29. നാളെ പുതിയ വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞുപോയി. നാളെ ഒരു വർഷം തുടങ്ങാനിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു വർഷം ആരാധനകളെ കൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങളെ കൊണ്ടും ധന്യമാക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു പുറമെ മഹാന്മാർ പഠിപ്പിച്ച ഒരു വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ മുഹറം 1 പകലിൽ 113 പ്രാവശ്യം ഒരു വെള്ള പേപ്പറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വച്ചാൽ അവന് ആ വർഷം പ്രയാസകരമായ ഒരു സംഭവവും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബ്ഹാനി ഉൾപ്പെടെയുള്ള മഹാന്മാർ ഈ വിഷയം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. പക്ഷേ നാം ബിസ്മി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളപ്പേപ്പറിൽ ബിസ്മി എഴുതുമ്പോൾ എഴുത്തിന് ചില മര്യാദകളുണ്ട്. കാരണം അത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. വുളൂ ഇല്ലാതെ അത് എഴുതി വെച്ച പേപ്പർ തൊടാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സാധാരണ ഏലസുകളിലും ഒക്കെ എഴുതുന്നത് പോലെ, പിഞ്ഞാണത്തിലുമൊക്കെ എഴുതുന്നത് പോലെ ഒറ്റ ആർപ്പാക്കിക്കൊണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം, ഒറ്റ ആർപ്പാക്കിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. അതിൽ പുള്ളികളോ ഹർക്കത്തുകളോ ഒന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ഹാ, മീമ് പോലെയുള്ള അക്ഷരങ്ങളുടെ റൗണ്ടുകൾ തമ്മിൽ കൂടാൻ പാടില്ല, ചേരാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ വലിയ മഹത്വങ്ങൾ അതുകൊണ്ട് ഉണ്ട്. ഒട്ടനവധി മഹാന്മാർ ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നിങ്ങളുടെ അറിവിലേക്ക് ഉണർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വരാനിരിക്കുന്ന ഒരു വർഷം ആരാധനകളെ കൊണ്ടും ധന്യമാക്കാനും അതുപോലെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കഴിഞ്ഞ ഒരു വർഷത്തെ പോരായ്മകളൊക്കെ തിരുത്തി പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ഒരു വർഷം കഴിഞ്ഞു എന്നതിനുപരി നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.